ഈ 47,000 ഉണ്ടായപ്പോ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തപ്പോ ഹൈദർ മധൂർ അങ്ങനത്തെ കുറച്ച് ടീമുകൾ രംഗത്തിറങ്ങി അല്ലേ? ആ ഹൈദർ മധൂറിനെ ഇവരൊക്കെ രംഗത്തിറക്കിയത് ആരറിയാം? ഇന്നെ ചികിത്സ പഠിപ്പിച്ച ഉസ്താദിന്റെ മക്കൾ. ഈ ഉസ്താദാണ് മഞ്ചേരി പന്തലൂരിലെ PMS പൂക്കോയത്തങ്ങളെ ഓലാണ് അന്ന് വിവാദത്തിന് തീ കൊളുത്തിയത്. അങ്ങനെ എന്റെ കൂടെ ആ തങ്ങളെ മോന് ജോലി ചെയ്തിരുന്നു ബോംബെയിൽ. അന്ന് ബോംബെയിൽ ജോലി ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോസാണ് എന്തേന് ആ ബസ്സിൽ അങ്ങനെ കുറച്ച് ഇതും ആ ഫോട്ടോസാണ് എന്താണത് ഓല് പുറത്ത്. അങ്ങനെ അന്ന് ഈ ഫോട്ടോ പുറത്ത് വിട്ടപ്പോ അന്ന് ആ ഫോട്ടോ പുറത്ത് വിട്ടപ്പോ 47,000 ഉള്ളത് എന്തായി? 5,000 ആയി. അങ്ങനെ ഇതെന്താ നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയേണ്ട കഥകളാണ്. അങ്ങനെ എന്താക്കി ഒരു ദിവസം ഹൈദർ മധൂറിനെ വിളിച്ചു. അന്ന് 4 കൊല്ലം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് 47 പോയിട്ട് 5 ആയി. എല്ലാരും പോയി. ഈ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമാണ്. അതെല്ലാവരും എന്ത് ചെയ്യും? കാണും. ഒരു മനുഷ്യനെ കുറിച്ചിട്ട് കുറെ ആളുകൾ നിരന്തരമായിട്ട് ഇങ്ങനെ ആക്ഷേപങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ജനങ്ങൾക്ക് എന്താവും? വെറുപ്പാവും. അതാണ് ഇപ്പൊ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരം വൈകിട്ടില്ല, ഞങ്ങൾ ഇന്നിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ സെറ്റിൽ ആയിക്കൊള്ളുന്നത്. അങ്ങനെ കുറെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടാണ് അന്ന് നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നത്. പിന്നെ ഒരു വർഷം പോലും മുണ്ടിയില്ല. വീണ്ടും എന്തായി? നമ്മളെ മജ്‌ലിസ് പഴയതുപോലെ തന്നെ എന്തായി? പഴയതുപോലെ ആയിട്ട് പിന്നെ ഒരു പഠിത്ത് വിളിച്ച് 10 ലക്ഷം റുപ്യ വാങ്ങുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 10 ലക്ഷം തരൂലാണ്. മനസ്സിലായോ? 10 ലക്ഷം റുപ്യ തരൂലാണ്. പിന്നെ അതെന്തായി? പിന്നെ ഒരു കുറെ അങ്ങോട്ട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അത് നേറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജനുവരി 31-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ ജുമാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇവിടെ എല്ലാ വെള്ളിയാഴ്ച എന്തുണ്ടാവും? 12 മൊയ്ലിമാർക്ക് ചോറ് കൊടുക്കലുണ്ട്. 12 ഉസ്താദുമാർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഞാൻ വന്നപ്പോ അദ്ദുനോട് പറഞ്ഞു, തങ്ങളൊരു വോയിസ് മെസ്സേജ് ഉണ്ട്, 6 മിനിറ്റ് ഉണ്ട്, അതിന്റെ മുകളിൽ എഴുതിക്കുന്ന ഇമ്പോർട്ടന്റ് മെസ്സേജ് ഉണ്ട്. ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ അറിയാം? ആർക്ക് ഇംഗ്ലീഷ് അറിയാം? പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് മെസ്സേജ്. അങ്ങനെ ഇമ്പോർട്ടന്റ് മെസ്സേജിന് എന്തുണ്ട്? ഞാൻ കണ്ടെന്നല്ല, ഞാൻ നോക്കിയപ്പോ അതിലുണ്ട്, നിങ്ങള് കൂടെ ജോലി ചെയ്യുന്ന ശിഹാബ് തങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഴിവാക്കണം. അയാള് ഇതിന് വരണ്ടേട്ടാ. അയാള് അത് കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല. അയാള് വളരെ മോശമാണ്. അയാൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താക്കി അവിടെ സ്റ്റോപ്പാക്കി. തിരിച്ച് ഞാൻ മറുപടി കൊടുത്തു. ഞാൻ ഉസ്താദുമാർക്ക് ചോറ് കൊടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ കുറച്ച് നിങ്ങൾ അങ്ങോട്ട് വിളിക്കാന്ന്. അപ്പൊ ഇതിന് പൈസ വാങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പൈസ വാങ്ങിയ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ കൈജാത്താനൊക്കെ വാങ്ങിയ 2 ലക്ഷം എല്ലാരോടും. ചാവക്കാടുന്ന് ഇവിടെ പിന്നെ ഒരു കുടുംബത്തിന്റെ കൂടെ പോയി. അതെന്താ കൂടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മളോട് അന്വേഷിച്ചില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, ഈ താത്താന്റെ വോയിസിലുണ്ട്, എനിക്ക് 60 ചില ഉറുപ്പ് ചെലവഴിക്കണേന്ന്. അപ്പൊ ഞാൻ എന്താക്കി തിരിച്ചങ്ങോട്ട് വിളിക്കാറുണ്ട്. അങ്ങനെ ഞാൻ എന്താക്കി, ഉസ്താദുമാര് ചോറ് കഴിച്ച് ഉസ്താദുമാരെ പോയി ഞാൻ തിരിച്ചു വിളിച്ചു. അതാണ് ഞാൻ ചെയ്ത ചാറ്റിങ്. മനസ്സിലായോ? അല്ല, ഞാൻ പറയാം. തിരിച്ച് ഞാൻ അവരെ വിളിച്ചു. അതാണ് ഞാൻ 8 മാസം സത്യത്തിൽ അവര് പറഞ്ഞത് തെറ്റിയതാണ്. 8 മാസം ഒരു തമ്മിലായിരിക്കും ചാറ്റ് ചെയ്തിക്ക. ആര്? യാതങ്ങളും ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആ പിള്ളേ നിൽക്കുന്നില്ല അവര് ഇതില്. കാരണം അവരെ ലക്ഷ്യം എന്നെ തകർക്കുക എന്നുള്ളതാണ്. അവർ അതിന്റെ മുന്നത്തെ മറുനാടൻ ചാനലിൽ അവർ പറയുന്നുണ്ട്, ഞാൻ ഇത് പൂട്ടിക്കും.
ഞാനിത് പൂട്ടിക്കും. പക്ഷെ ഇതിന്റെ ബാക്കിൽ കളിക്കുന്ന നമ്മളെ ആൾക്കാരാണ്. ഇനി ഈ തട്ടിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ? ഇതിന് ഇനിയെങ്കിലും നമുക്ക് തടയിട്ടൂടെ? ഞാൻ അവിടെ പോയി എന്നുള്ളതും ശരിയാണ്. അവിടുത്തെ ചുറ്റുപാടൊക്കെ നിരീക്ഷിച്ചതുമാണ്. ഒരു പോക്കൊന്നല്ല, 3 4 പ്രാവശ്യം ഞാൻ അയാൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മൊത്തം പോയിട്ട് അവിടുത്തെ മൊത്തം കാര്യങ്ങൾ ക്യാമറയിൽ പകർത്തണമാതിരി ഞാൻ പകർത്തി കൊണ്ടുവന്നിട്ടുള്ള. ഇനി ഇതേപോലെയാണ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി കാണേണ്ടി വരും. ഇത് സ്റ്റേജിൽ കയറിന്നിട്ട് അവർ അത് പറഞ്ഞ് ഇങ്ങനെയാണ് അതിനെയാണെന്നുള്ള ചരിത്രം വിളമ്പിയിട്ടും അല്ലെങ്കിൽ അവർ നമുക്ക് അങ്ങനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രവർത്തനമാണ് ഇവിടെ വലുത്. പ്രവർത്തനം വേണം. ഞാൻ പറയണത് പോലെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടെ ആകെ തകിടം മറിയും. അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് ഇതിനൊരു തീരുമാനം കണ്ടേ പറ്റൂ. എല്ലാം പൊളിയണം, എല്ലാം ജനങ്ങൾ അറിയണം, എല്ലാം മാറ്റണം. അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചു അവരോട് സംസാരിച്ചു. അവര് സംസാരിച്ചപ്പോൾ അവര് പറയുന്നത് എന്താ, നിങ്ങൾ ശിഹാബ് തങ്ങളെ ഒഴിവാക്കണം. ശിഹാബ് തങ്ങൾ ഒഴിവാക്കണം എന്ന് മാത്രമേ താത്ത പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു തെളിവ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് അയച്ച ഒരുപാട് വോയിസ് ഉണ്ട്, ഒരുപാട് മെസ്സേജ് ഉണ്ട്, ആരും ശരിയില്ല. അതാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്, അവരോട് തെളിവ് ചോദിച്ചു. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്ത് ചെയ്തോളി. അതാ പറയുന്നുണ്ടല്ലോ അല്ലേ വോയിസിൽ അല്ലേ, നിങ്ങൾ പോയി കേസ് കൊടുക്കേ, എന്നിട്ട് നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്തോളി തീരുമാനിച്ചോന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അതാണ് ഞാൻ 8 മാസം നടത്തിയ ചാറ്റ്.